Hello guys. എല്ലാവർക്കും എടശ്ശേരി വ്ളോഗിലേക്ക് സ്വാഗതം. So we gonna make today chicken curry and some tandoori. അത്ര സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ, എന്നാലും നമ്മൾ എന്തെങ്കിലും സെറ്റ് ആക്കും പോരെ. ഇന്ന് ചിക്കൻ തന്തൂരിയും പിന്നെ എന്താ ചിക്കൻ കറി വിത്ത് സം ഗീ റൈസ് ആണ് ഉണ്ടാക്കാനുള്ള പ്ലാനിൽ. നമ്മുടെ നാട്ടിലായിരുന്നു, നാട്ടിൽ പോയി അടിച്ചു പൊളിച്ചു. ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയായിരുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യുന്ന സമയത്ത് അവൾ ജോലിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ തന്തൂരി ഉണ്ടാക്കാൻ പോകുന്നത്. ഷീ ലൈക്സ് തന്തൂരി. സോ I bought a new air fryer. So we gonna do tandoori in the air fryer. പിന്നെ നമ്മൾ ചിക്കൻ കറി സാധാ പോലെ വെക്കുന്നു വിത്ത് സം റൈസ്. സോ ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കുറവുകളൊക്കെ ഉണ്ടാകും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് 2 ടൈപ്പ് ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് എസ്പെഷ്യലി ഫോർ തന്തൂരി ആൻഡ് ദിസ് വൺ. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് ചിക്കൻ കറിയിലേക്ക്. ഈ ചിക്കൻ പറക്കണ എനിക്ക് ഓർമ്മ വരുമ്പോ ഇത് ഞാൻ പണ്ട് ജോലി സ്ഥലത്ത് ചിക്കൻ ഡീപോണയാണ് കാര്യം എനിക്ക് ഓർമ്മ പറഞ്ഞത്. കുറേ കാലം കൊണ്ട് ഈ സംഭവം തന്നെ പരിപാടികളായതുകൊണ്ടേ ഒന്നും നമുക്കവിടെ സെറ്റായി പറ്റാറില്ല. ചിക്കൻ ഈസ് ടു ഈസി. സോ നമുക്ക് തൊലിയൊക്കെ പൊളിച്ചളയാണേ. ദർ ഇസ് എ 2-way ഈസി. സോ ഇങ്ങനെ തൈബോണൊക്കെ വരുമ്പോണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, ഈ എന്ത് പറിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്, അതിൽ കത്തി വയ്ക്കുക, ഇതിങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കാം. സോ ഇറ്റ് ഈസി ടു ഗെറ്റ് സ്കിൻ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ തന്തൂരിക്കുള്ള ചിക്കൻ കേട്ടോ, നമ്മുടെ തൈ ലെഗും കൂടിയുള്ള ഒരു പീസാണ്. ഓക്കെ, അതിൻ്റെ സ്കിൻ ഓഫ് ചെയ്യണം. ക്ലീൻ ഡൗൺ. പിന്നെ എനിക്കൊരു പ്രശ്നമുള്ളത്, ആദ്യമായിട്ട് ഈ ഓൺ വോയിസ് വരുമ്പോൾ എനിക്ക് ഒരു ഷൈനസ് ഒക്കെ ഉണ്ട് ഗൈസ്. സോ അതുകൊണ്ടൊരു അതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ നല്ല സപ്പോർട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനൊന്നും ചെയ്യില്ല. കേസ് എന്ത് പറയാനാ, ദിസ് ഈസ് എ ചിക്കൻ വാഷ് ചെയ്തെടുക്കണം ഗൈസ്. സോ ഐ യൂസ് ടു വാഷ്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഇവിടെ നിന്ന് പിടിക്കുന്ന ചിക്കനൊന്നും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ ഓൾറെഡി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ അധികം വാഷ് ചെയ്യണം നല്ലതല്ല. കാരണം പറഞ്ഞാൽ സാൽമൺ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം വാഷ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ വാഷ് ചെയ്ത് തീർക്കും. ഐ ഫീൽസ് ദാറ്റ് മോർ എന്താ പറയുക, ഇത്തിരി കൂടെയും ക്ലീനായിട്ട് എനിക്ക് കഴുകിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കണമെന്നില്ല, അതൊരു മൈ ഓൺ റെസിപ്പിയാണ്. അതായത് ഞാൻ തന്നെ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കണത്. ഒരു തന്തൂരിയുടെ മാരിനേഷൻ പൗഡർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ കറി എൻ്റെ അമ്മയുടെ ചിക്കൻ കറി കേട്ടോ. ഇതെൻ്റെ വീട്ടിലെല്ലാം ഞായറാഴ്ചയും ഞാൻ സൺഡേ സ്കൂൾ വിട്ട് വരുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കും മമ്മി എനിക്ക് വേണ്ടി. ഇറ്റ് വാസ് റിയലി ഡെലിഷ്യസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓടി വന്നിട്ട് അടുക്കളയിലേക്ക് മണം അടിച്ചിട്ട് പോകണം, അടുക്കളയ്ക്ക് കയറി പോകും. എനിക്ക് ഈ ചിക്കൻ കറി, ഐ ലവ് ഫുഡ്. എനിക്ക് ഭയങ്കര ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ. അപ്പോൾ ഞാനതുകൊണ്ട് നല്ല തക്കാളിയൊക്കെ അരച്ചിട്ടുള്ളൊരു സെറ്റപ്പ്. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തു. അതിൻ്റെ മണം എനിക്ക് ഇപ്പോഴും ഐ റിയലി മിസ് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ ചിക്കൻ കറി. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ചിക്കൻ കറി അമ്മയുടെ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് വ്ലോഗിൽ തന്നെ. അതുകൊണ്ടാണ് തന്തൂരി പിന്നെ നമ്മൾ വെക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഇവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഐ വാണ്ട് ടു ഡു ഫോർ ഹെയർ സം ന്യൂ സ്റ്റഫ്. സോ അതുകൊണ്ട് മാത്രമാണ് തന്തൂരി നമ്മൾ വെക്കണേ. തന്തൂരി ഫോർ മൈ ഗേൾ ഫ്രണ്ട്. ഈ ചിക്കനൊക്കെ കറിക്കുള്ളതാണ് ഈ ഡ്രം സ്റ്റിക്സ്. ഈ ചിക്കൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ തന്തൂരിക്കാണ്. സോ സൂപ്പർ എക്സൈറ്റഡ്. തന്തൂരിക്കുള്ള ചിക്കനാട്ടോ ഗൈസ്. അപ്പോൾ തന്തൂരിക്കുള്ള ചിക്കനിൽ അധികം ഇട്ട് പണിയണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മേളിക്കൂടെ വരവി ഇട്ടുള്ളൂ, മസാലയൊക്കെ ഒന്ന് അകത്ത് പിടിക്കാൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് മേൽഭാഗം ഒന്ന് വരണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഇറ്റ്സ് നൈസ്. ജസ്റ്റ് ലൈക്ക് ദിസ്.
നമ്മൾ ചിക്കനൊക്കെ വരണ്ട് ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് സ്കിൻ ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇന്നത്തെ പരിപാടിയാണ് പൊടിയിടുന്ന പരിപാടികൾ. നമ്മൾ പൊടിയിടുന്ന പരിപാടിയിലേക്ക് പോകണ കാര്യം. ഇത് നമുക്ക് ചിക്കൻ കറിക്കുള്ള മുളക് പൊടിയാണ് ഞാൻ ഏകദേശം ഇടുന്നത്. മാരിനേഷൻ ഒരു ഇതുപോലുള്ള ഒരു ടീസ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. ഇനി അടുത്തതായിട്ടുള്ള സാധനം മെയിൻ സാധനം മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ മഞ്ഞൾ പൂണ്ടേ രണ്ടിലും മഞ്ഞൾ പൂണ്ട് ഇച്ചിരി ഇടുന്നുണ്ട് ഗൈസ്. ചിക്കനിലേക്ക് മുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി തന്തൂരി മസാല. നെക്സ്റ്റ് ഇസ് തന്തൂരി. ഗൈസ് ഇത് നമുക്ക് അതിന് അളവ് എന്ന് പറയാൻ, എൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കും. അതിനകത്തേക്ക് ഞാനിങ്ങനെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇടും. അങ്ങനെ ഒരെണ്ണം കൂടി 2 ടേബിളിന് വേണ്ടി ഞാനൊരു 3 എണ്ണം ഇടുന്നുണ്ട്. മസാലയ്ക്ക് നല്ല മണമുണ്ട്, കൊള്ളാം. ഞാൻ ചിക്കൻ കറിയിലേക്ക് ഇടുന്നുണ്ട്. തന്തൂരിയിലേക്ക് ഇടില്ല, ചിക്കൻ കറിയിലേക്ക് മാത്രം. അതൊരു ഏകദേശം അറൗണ്ട് നമ്മളൊരു ഹാഫ് ഇടണുള്ളൂ. ഒരു ഹാഫ് ടീസ്പൂൺ ഇടണുള്ളൂ. ഉപ്പ് നമ്മൾ തന്തൂരിയിലേക്ക് ഇടുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ ഓഫ് സാൾട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ തന്തൂരിയിലേക്കുള്ള ഉപ്പ് ഇട്ടു. ഇനി ചിക്കൻ കറിയിലേക്കുള്ള ഉപ്പാണ് ഗൈസ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോണത്, ഇതിനകത്ത് ഇപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ ടീസ്പൂണാണ് ഞാൻ ഇടണത്. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇതിനകത്തേക്ക് ഇടാണ് ഗൈസ്. സോ ഉപ്പ് അധികം ആയിക്കഴിഞ്ഞാൽ സൂക്ഷിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇത്ര ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ യോഗോട്ടാണ്. നമ്മൾക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം, യോഗോട്ട് ഇടണം. അടുത്ത സാധനം തൈര്. അപ്പോൾ അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ തന്തൂരിയിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണ് ഗൈസ്. ചിക്കൻ കറിയിലോട്ട് ഇങ്ങോട്ട് ചിക്കൻ കറിയിലോട്ട് ഒരു 1.5 ഇരുന്നത് ഗൈസ്, 1.5. ആൻഡ് ഐ പുട്ട് ഹാഫ് ഓഫ്, ഞാനതിലേക്ക് പകുതിയോളം തന്തൂരിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്തൂരിയിലേക്ക് ഇട്ടു. ഇതിനകത്തേക്ക് കറിയിലേക്ക് നമ്മൾ ഏകദേശം 1.5 ഇറ്റ്സ് ഗോയിങ് ടു ഓൾ ഓഫ് 2 ടീസ്പൂൺ ഈച്ച്. ഈ ജിഞ്ചർ ഗാർലിക്കിന് ഒരു പ്രത്യേകത, എനിക്ക് ഇപ്പോഴും ഗാർലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഗാർലിക്കിന് കൊടുക്കുന്ന ഫ്ലേവറാണ്. ഇറ്റ് ഗുഡ് ഫോർ ദ ബോഡി. അപ്പോൾ പ്രതിരോധ ശേഷിക്ക് ഗാർലിക് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഗാർലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് കറി ഉണ്ടാക്കിയാലും എൻ്റെ ഗാർലിക്ക് കൂടുതലായിരിക്കും. കറിയിൽ നമ്മളെ ഓൾമോസ്റ്റ് ഒരു ഏകദേശം വലിയൊരു ടീസ്പൂൺ തൈര് ചിക്കൻ കറിയിലേക്ക് ഇടുന്നുണ്ട്. തന്തൂരിയിലും ഏകദേശം സെയിം എമൗണ്ട് ഓഫ് തൈര് ഞാൻ ഇടേണ്ടത്. ഇത് തൈര് നമ്മൾ ഉപയോഗിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ടെൻഡർ ആവാൻ വേണ്ടിയാണ്. മീറ്റ് ടെൻഡർ ആവും. അതുപോലെ തന്നെ നല്ല ഈ കൊറിയാണ്ടർ കഴിയുമ്പോൾ ഈ കൊറിയാണ്ടറിനെ ഒരു പ്രത്യേക മണം. ഇത് അരിഞ്ഞു കഴിഞ്ഞാലല്ലേ ഇതിന്റെ മണം മൊത്തം ഇത് ഇങ്ങനെ ഒറ്റ അരിയിൽ അറിയാൻ പാടില്ല. ഇങ്ങനെ കണക്കുണാന്ന് അറിയരുത് ഒരിക്കലും. കണ്ടോ, ഉടുക്കത്ത മണം എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത മണം ഈ കൊറിയാണ്ടർ അറിയുമ്പോൾ. എന്ത് മണം പറയാം. ഇതിട്ട് ഇങ്ങനെ അങ്ങനെ കൊരാന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അത് അരിഞ്ഞു വെക്കാൻ നോക്കണം. നമ്മളത് അതെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ലൈക്ക് ദിസ് ഇങ്ങനെ അരിഞ്ഞു ഒടുക്കി 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ഫ്ലേവറാണ് കൊറിയാണ്ടർ. അടുത്ത നമ്മൾ ഒരു ലെമൺ, സ്ക്യൂസ് ഓഫ് ലെമൺ. നമ്മളുണ്ടല്ലോ ഇനിയുള്ള പരിപാടി ലെമൺ സ്ക്യൂസ്. നമ്മൾ ലെമൺ ഓർഡർ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് അടിക്കാനുള്ള പരിപാടികളാണ്. സോ ഈ ലെമണിൻ്റെ ഒരു പ്രത്യേകം നല്ല പുളി കിട്ടാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ ഇതിനകത്ത് കുരുണ്ട്, കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാൻ. കുരു പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലെമൺ ഇങ്ങനെ അങ്ങനെ ഒരു ലെമൺ അതിനകത്തേക്ക് സ്ക്യൂസ് ചെയ്തിട്ടു. ഒരു ലെമണിൻ്റെ ഹാഫാണ് സ്ക്യൂസ് ചെയ്തതാണ് തന്തൂരിയിലേക്ക്. ഒരു ലെമണിൻ്റെ ഹാഫാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഓൾറെഡി തൈരിട്ടാണ്, പുളിയുണ്ട്. അപ്പോൾ നമ്മൾ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചാണ്. എന്നാലും നമ്മളിനി കറിയിലേക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഞാനെന്തോ ചെയ്യാറെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കളയാറ് വരുന്നത്. എനിക്ക് കുരു നമ്മൾ ഒരു നല്ലതല്ല, അവിടെ കാട്ടിക്കളയണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി പൂണ്ട്, ഗാർലിക് പൂണ്ട്, പിന്നെ തൈര്, പിന്നെ കൊറിയാണ്ടർ.
അതിനകത്ത് ഞാനൊരു ലെമൺ കിട്ടിയായിരുന്നു. ലെമണും ഒരു യൂസ് ചെയ്താണ് പഠിക്കുന്നത്. മമ്മിയൊന്നും ലെമണിനകത്ത് ഇടാറില്ല കേട്ടോ. ഞാൻ വെറുതെ ഇട്ടൊന്നും മമ്മിയുടെ റെസിപ്പിയാണ്. പക്ഷെ ലെമൺ നമ്മുടെ കയ്യിൽ നിന്നിട്ടാ ഈ സാധനങ്ങൾ അടിച്ചങ്ങനെ കൊടുത്തു. ചിക്കൻ കറിയിലേക്കുള്ള മാരിനേഷനും പൊടികളും എല്ലാ സാധനങ്ങളും ഇട്ടു. അപ്പോൾ എന്നെ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്, ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണതിന് മുന്നേ ഞാൻ നന്നായിട്ട് കൈ കഴുകാം. അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ, ഇത് അവിടെ ഇവിടെ ഒക്കെ തൊട്ടിട്ട് കഴിയില്ല എന്നാ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മളത് മിക്സ് ചെയ്യാൻ പോകട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ എന്തുണ്ടാക്കിയാലും അടിപൊളിയാണ് ഗൈസ്. എന്ത് ചെയ്യണം നന്നായിട്ട് അല്ലേ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് പോയി ഗൈസ്. സി ഹൗ ഇറ്റ് ലുക്ക് ലൈക്സ്. നമ്മൾ ഏകദേശം ഒരു 30 minutes ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണ് ഇതിൻ്റെ മാരിനേഷൻ പഠിക്കുക. സോ അങ്ങനെ ഞാനിത് ഗ്ലാഡ് റാപ്പ് ചെയ്തിട്ട് അകത്തേക്ക് വയ്ക്കും. നമ്മൾ കറിക്കുള്ള മസാല അടിച്ചു ഗൈസ്. അപ്പോൾ ഇനിയും ചിക്കൻ തന്തൂരിക്കുള്ളതാണ് ഗൈസ്. നമ്മളെല്ലാത്ത മസാലയൊക്കെ ഇട്ടു. ഇതിനകത്തുള്ള മസാലകൾ എന്നിട്ടാന്ന് പറയുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തന്തൂരി മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, തൈര്, മല്ലിയില, സ്ക്യൂസി ലെമൺ, ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ബേബിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഗൈസ്. സോ ദിസ് വൺ ഈസ് റിയലി സ്പെഷ്യൽ. സോ ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ ഇങ്ങനെ പറ്റി നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ തീരുമ്മി കൊടുക്കണം ഗൈസ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് എല്ലായിടത്തും നന്നായിട്ട് പറ്റി കൊടുക്കുക ഗൈസ്. നമ്മൾ പ്രൊഫഷണലൊന്നുമല്ല, അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം ഗൈസ്, അല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. ഇനി ഇതിലൂടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 2 അടിക്കണം, എന്നാലും ഒരു ഫീലുള്ളൂ. നമ്മുടെയൊക്കെ ലൈഫുണ്ട്, ഒറ്റ ലൈഫുള്ളൂ ഗൈസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂടാക്കി ഇങ്ങനെ നമ്മൾ ചിക്കനൊക്കെ തിരുമ്മി കറിയൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 5 സവാള എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു 3 തക്കാളി. എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി 2 മതി ശരിക്കും. അപ്പോൾ ഓരോടെ എക്സ്ട്രാ എടുത്തുള്ളൂ. നല്ല ഇസ് റിയലി ഗുഡ്. അപ്പോൾ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിനി സവാള അരിയുന്ന പരിപാടിയിലേക്ക് തുടങ്ങിയാണ് ഓൾറെഡി. സോ നമ്മളിനി സവാള ഒരു ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സവാള ഇങ്ങനെ ടൊമാറ്റോ, നമ്മളപ്പോൾ ടൊമാറ്റോയുടെ കണ്ണാക്കളഞ്ഞ് ഞാനൊരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടൊമാറ്റോ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാണ് ഗൈസ്. പാനൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ പാനിൽ സവാളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറിപ്പോയി ഗൈസ്. സവാളയല്ല, ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ഉള്ള ബാക്കിയുള്ള മുളകുകൾ അരിഞ്ഞു വെച്ച മുളക് ഇടാണ് ഗൈസ്. കറിയിൽ പിടിന്ന് വഴട്ടി വരാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് കൊടുക്കണം ഗൈസ്. ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കണം ഗൈസ്. ഇതാണ് മെയിൻ കറി ലീവ്സ്, വേപ്പില. നമ്മളിങ്ങനെ പറിച്ചിടണം. നീണ്ടില്ല അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി കൊടുക്കാം ഗൈസ്. നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ട് നന്നായിട്ട് വഴണ്ട് ഒരു പകുതി വഴട്ടാകുമ്പോഴേക്ക് ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. അതിപ്പോൾ ഇടണം. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തോട്ടോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കിയത് സവാളൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിനകത്തേക്ക് കഴിഞ്ഞിട്ട്
നന്നായിട്ട് വഴണം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി പേസ്റ്റ് പോലെയാണ്. ഒരു 5 ടൈം അത് വഴണ്ട് നല്ല പേസ്റ്റ് പോലെയാണ്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചത്. തക്കാളി നന്നായിട്ട് ഇത് തുറന്ന് അത്യാവശ്യം തക്കാളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിയാണ് കൊടുക്കുക. ഇച്ചിരി ഒന്ന് വാടണം. ഇതൊക്കെ ഇങ്ങനെ പേസ്റ്റ് ആവണം തക്കാളിയുടെ. മസാലയൊക്കെ നന്നായിട്ട് വഴണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പൊടി കൂട്ടുകളുടെ പരിപാടിയിലേക്കാ പോണെ. അപ്പോൾ നമ്മൾ ഇടാൻ പോണത് മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പ്, ഗരം മസാല. ആയിട്ട് ഈ മസാലകളൊക്കെ എന്നത് ഇറക്കി കൊടുക്കും ഗൈസ്. നമ്മൾ അതിൽ ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടേണത് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. മസാല ഇളക്കി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിക്കൻ കൊടുക്കാവുന്നു. അത് ചുമച്ച് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ മസാലയൊക്കെ മൂത്ത് തുടങ്ങി. ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ അടുത്ത പരിപാടി. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അടുക്കാണ് ഗൈസ്. ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ നമ്മളത് നൈസായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഗൈസ്. ഫുൾ ഫ്ലേവേഴ്സ് ക്യൂസി ലെമൺസ് വിത്ത് തൈരാണ് ഗൈസ് മൊത്തം. എന്തിനു മണമാണ് ഗൈസ്. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. നല്ല മസാല കടിക്കും, നല്ല ഫ്ലേവറാണ്. അടച്ചു വെച്ച് വേവിക്കണം. ചെയ്യണം. ഒരു 5 ടൈം വീണ്ടും ഇളക്കി കൊടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 30 മിനിറ്റ്സിന് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആവുള്ളൂ ചിക്കൻ ആവാൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് 5 ടൈം വീണ്ടും ഇളക്കി കൊടുക്കാം. അത് നമ്മൾ മൂടി മാറ്റി വെച്ച് ഇളക്കി കൊടുക്കാണ് ചിക്കൻ അടി പിടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് അടി പിടിക്കും. ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ലൊക്കെ ചിക്കൻ. അപ്പോൾ നമ്മൾ വീണ്ടും തുറന്ന് വെച്ച് വേവിച്ചു. വെള്ളത്തിൽ നിന്നൊക്കെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം പോകുന്നുണ്ട്. ഇച്ചിരി അരപൊടി ഓൾമോസ്റ്റ് ആയിട്ടുള്ളൂ. ഇച്ചിരി അരപൊടി സെറ്റാവാൻ്റെ കേസ്. ഒരു സെമി ഗ്രേവി ഒക്കെ നമ്മൾ റെഡിയില്ല. ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. അത് നീന്തി കുളിക്കാൻ തോന്നുന്നു ഗൈസ്. കൊള്ളാം ഗൈസ്. കണ്ടപ്പോൾ ചൂടുണ്ട് ഗൈസ്. ഏകദേശം ചിക്കൻ കറി പകുതിയായി, റൈസും പകുതിയായി. അപ്പോൾ നമുക്ക് ഇനി തന്തൂരി ഏകദേശം പരിപാടിയിലേക്ക് എത്തിക്കാം. തന്തൂരിയുടെ എയർ ഫ്രയർ, നമ്മൾ എയർ ഫ്രയറിലാണ് തന്തൂരി ഉണ്ടാക്കണ ഗൈസ്. സോ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ഘാടന അതിൻ്റെ ഇത് പുതിയ എയർ ഫ്രയർ ആണ് ഗൈസ്, നമ്മുടെ ന്യൂ വൺ. അപ്പോൾ നമ്മളത് ഉദ്ഘാടിക്കാണ് ഗൈസ്. പുതിയ തന്നെയാണ് ഗൈസ്. ഇത് നമ്മുടെ മാരിനേറ്റ് തന്തൂരിയാണ് ഗൈസ്. ഇത് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഉടുക്കത്തെ മണമാണ് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഇപ്പം നമ്മുടെ തന്തൂരിയൊക്കെ അതെ ഇതിനകത്തേക്ക് സെറ്റായി വന്നത് ഗൈസ്. നമ്മുടെ എയർപോർട്ടന്മാരിലേക്ക് സെറ്റായി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉദ്ഘാടിക്കുകയാണ് ഗൈസ്. നമ്മുടെ എയർ ഫ്രയറിൽ ഇങ്ങനെ വെച്ചത് കയറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഈ എയർ ഫ്രയറിൽ ഉദ്ദേശിക്കുന്ന പരിപാടി നമ്മളത് തന്തൂരിക്കാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 മിനിറ്റ്സ് 180-ലല്ല, ഒരു 180-ൽ 50 മിനിറ്റ്സ് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ തന്തൂരി ഏകദേശം റെഡിയായി ഗൈസ്. See guys, what a lovely. How was it? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ നമ്മൾ റൈസിനകത്തേക്ക് നെയ്ച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഇടാണ് ഗൈസ്.
Make it juicy. മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കഴിച്ചത്. ഇത്തിരി ഗ്രേവി അങ്ങോട്ട് കൊടുക്കണം. ഇതിൻ്റെ ഗ്രേവിയിലാണ് ഗൈസ് എല്ലാം. റെഡി മാൻ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ട് വെച്ചാൽ തന്തൂരി ചിക്കൻ കറി മമ്മിയുടെ ഫേവറേറ്റ് കറിയാണ് ഉണ്ടാക്കിയത്. ഇത് നെയ്ച്ചോറുണ്ട്. അപ്പൊ നമ്മള് നെയ്ച്ചോറ് കൂട്ടിയുണ്ടല്ലോ അച്ഛാ ഒരു പിടുത്തം പിടിക്കണം. ഇത്തിരി ഇറച്ചി പീസിന് എടുക്കാം. ഈ തന്തൂരിയുടെ ഒരു പീസ് കൂടിയാണല്ലോ. അതെ മുരിഞ്ഞ പീസ്. ഒന്നും പറയാനില്ല.